അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇപ്പൊ ഞാൻ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml അളവ് കപ്പാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രയാണോ റവ അളന്നെടുത്തത് അതിന്റെ പകുതി തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള തൈര് എടുക്കുക, അധികം പുളിപ്പുണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച ആറിയ പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും പാൽ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം എന്താ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ റവ ആയതുകൊണ്ട് കുറച്ചു നേരം നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്ക് മാറ്റി വെച്ചാൽ മാത്രമേ റവ നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ഈ റവ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ റവ എല്ലാം ഒന്ന് സോഫ്റ്റ് ആയി കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുതിർത്ത് മാറ്റി വെച്ച റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു നോർമൽ മധുരമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലും കുറവ് മധുരം മതി എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ച് തണുത്ത പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് മണമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മൈദ എടുത്താലും മതി. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അത് ഓപ്ഷനിലാണ് തികച്ചും. 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി കളർ ചേർത്ത് കൊടുത്താൽ, മഞ്ഞ കളർ ചേർത്ത് കൊടുത്താലും മതി. കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് അതിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. 1 മിനിറ്റ് തന്നെ അടിക്കാം. ഇപ്പൊ കണ്ടോ, നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ പരുവം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ച കളറിൽ 1 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. അപ്പം ഇത് റെഡ് കളറിലെ ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അതും 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ച ട്യൂട്ടി ഫ്രൂട്ടി ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ
വലിയ ഹോളുള്ള ഒരു അരിപ്പ എടുക്കുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ബാക്കി പൊടിയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ട്യൂട്ടി ഫ്രൂട്ടി മാത്രം മതി, പൊടിയുടെ ആവശ്യമില്ല. ഇപ്പൊ ഇതാ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പത്തിലൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്താൽ മതി, സോഡാപ്പൊടി എടുത്താലും മതി. ഇപ്പൊ 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ച് ആറിയ പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, തണുത്ത പാൽ എടുക്കരുത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിച്ച് മാറ്റി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഒരു തടിത്തവി വെച്ചോ ഒരു വിസ്ക് വെച്ചോ ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചില്ലേ ബേക്കിംഗ് പൗഡറിന്റെയും ബേക്കിംഗ് സോഡയുടെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ സാവധാനം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഏലക്കാപ്പൊടി എടുക്കുമ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ സാവധാനം വേണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബലം പ്രയോഗിച്ച് യോജിപ്പിക്കരുത്. ഇതുപോലെ മെല്ലെ വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. അപ്പൊ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാവെല്ലാം ഇട്ട് മാറ്റി വെച്ചില്ലേ, ആ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈ നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇടരുത്. ഇനി ഇതും കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ സാവധാനം വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. കണ്ടോ, ഇതാണ് നമ്മുടെ മാവിന്റെ പരുവ്. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. ഈ പരുവത്തിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കുക. ഇപ്പൊ ഞാൻ ഒരു ഇഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അതാ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ കുഴികളിലും ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം എല്ലാ കുഴികളിലും നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓരോന്നിന്റെ പുറത്തും 2-3 ട്യൂട്ടി ഫ്രൂട്ടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. ഇതിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ എടുത്ത് ഒഴിക്കരുത്, ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്താൽ മതി. ഇപ്പൊ എല്ലാ കുഴികളിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കുഴികളിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഒരു 3/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇതിന്റെ പുറത്തിട്ട് കൊടുക്കാം. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. ഇപ്പൊ ഞാനൊരു 10 മിനിറ്റ് ആയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആവാത്തത് കൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ആക്കാം. ഇനി ഇതിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് ഇതാ തണുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡെല്ലാം ഒന്ന് പിടിയിച്ചു കൊടുക്കാം. അപ്പൊ ഇഡലി പാത്രത്തിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സ്പോഞ്ച് ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്